ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇത്ര കറ പിടിച്ച നോൺ സ്റ്റിക്ക് പാത്രവും വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ കറകളെല്ലാം കളഞ്ഞെടുക്കാം. അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല കറ പിടിച്ച നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനാണ്. ഇതിൽ നല്ലതുപോലെ കറകളെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ലിക്വിഡ് ഇട്ട് ഉരച്ചാലൊന്നും അങ്ങനെ പോവുകയില്ല. ഇതിനായി ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ പരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പും അതും നല്ലതുപോലെ പരത്തി ഈ കറയുള്ള ഭാഗത്തെല്ലാം ആകുന്ന രീതിയിൽ നല്ലതുപോലെ പരത്തിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിലും എല്ലായിടത്തും. ഇനി അടുത്തതായി ഇതിലോട്ട് ഒഴിക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് നല്ലതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കണം. അതിൻ്റെ ആ സൈഡിലും കറയുള്ള ഭാഗത്തെല്ലാം നല്ലതുപോലെ ഒറ്റിച്ച് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ വെക്കണം. അതെല്ലാം ഒന്ന് ഇളകി പോരുവാനുള്ളൊരു ടൈം. ഉടനെ തന്നെ ഉരച്ച് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതെല്ലാം ഇട്ട ഉടനെ തന്നെയാണ് ഉരച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഉരച്ചാൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ അതിൻ്റെ ആ തൊലി കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ തൊലി കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉരച്ചു കൊടുത്താൽ മതി. നാരങ്ങയുടെ ഒരു കഷ്ണമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും അതിൻ്റെ മറ്റൊരു പൊളിയും എടുത്ത് അതിൻ്റെ നീരും നല്ലതുപോലെ ഉറ്റിച്ചു കൊടുത്ത് ആ തൊലിയോടുകൂടെ തന്നെ നല്ല രീതിയിൽ ഉരച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ഉരച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ആ കറ പിടിച്ച ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ഇളകിപ്പോരും. ഇതിൽ കൂടുതൽ കറ ഉള്ളത് കൊണ്ട് കുറച്ചു നേരം ഉരയ്ക്കേണ്ടി വരുമെന്ന് മാത്രം. ഉറച്ച് മാത്രം കറ പിടിച്ച പാത്രമാണ് എങ്കിൽ വേഗം തന്നെ ഉരച്ച് കഴുകാൻ കഴിയും. ഇതിന് കുറച്ച് സമയം എടുക്കും, കാരണം ഇതിന്മേൽ നല്ലപോലെ കറ പെട്ടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ തൊലി വെച്ച് തന്നെ നല്ല രീതിയിൽ ഉരച്ചാൽ മാത്രം മതി. അതല്ലെങ്കിൽ സ്ക്രബ്ബറും വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോരും. ഞാനിപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ടില്ല. കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉരച്ചപ്പോൾ നല്ല രീതിയിൽ കറ ഇളകി പോരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഈ തൊലി കൊണ്ട് മാത്രമാണ് ഞാൻ ഉരക്കുന്നത്. നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ഇത് കറ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് കുറച്ച് റിസ്ക്. ഇത് കുറേ കാലം ഉപയോഗിച്ച നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന്മേൽ ഇത്ര കൂടുതൽ കറയുള്ളത്. ഇത് ഇത്രത്തോളം ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതുപോലെ കഴുകി കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ റിമൂവ് ആവും. ഇനി ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് സ്പോഞ്ച് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ഇതിൻ്റെ ആ സൈഡിൽ നിന്നെല്ലാം നല്ല രീതിയിൽ പോരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ ഇപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ പിടിക്കുന്ന ഭാഗത്തുള്ള കറയും എല്ലാം നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ കാലം ഉപയോഗിച്ച പാത്രം ആയതുകൊണ്ടാണ് ഇത്ര അധികം കറ പിടിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും ഉപ്പും ചെറുനാരങ്ങ നീരും. നാരങ്ങ നീരിന് പകരം വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ നാരങ്ങ നീരാണ് ഉറ്റിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും നല്ലതുപോലെ ഒന്നും കൂടി ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോഴിതാ ഒന്നും കൂടി ഞാൻ നല്ലതുപോലെ ഉരച്ച് കഴുകി കൊടുത്തപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ കാലം പഴക്കമുള്ള ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ. അധികം പഴക്കമില്ലാത്ത ചട്ടിയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ കഴിയും. അതിൻ്റെ സൈഡെല്ലാം നല്ല കറുത്ത രീതിയിൽ ആയിരുന്നല്ലോ കണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം പോയി ചുവപ്പ് നിറത്തിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ കൂടുതൽ കറ പിടിക്കാത്ത പാത്രം വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഇതിൽ കൂടുതൽ കറകളൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ചോ സ്പോഞ്ച് ഉപയോഗിച്ചോ കഴുകിയാൽ ഈ ഉള്ള കറ തന്നെ പോവുകയില്ല. ഇപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് നുരച്ചപ്പോഴേക്കും അതെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടി. ഇത് സാധാ പാത്രം കഴുകുന്ന രീതിയിൽ കഴുകിയാൽ ഈ കറ ഒരിക്കലും പോവുകയില്ല. ഇതുപോലെ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് നുരച്ചപ്പോഴേക്കും ഇതെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ കറ പിടിച്ച നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നോക്കൂ. നല്ല പുതുമയോടെ നിങ്ങൾക്ക് കഴുകിയെടുക്കുവാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ.